ഓടയിലെ മലിനജലം നടക്കാവ് പ്രദേശത്തെ ജനങ്ങൾ രോഗവേദിയിൽ. മാണൂർ കയറ്റം മുതൽ നടക്കാവ് അങ്ങാടി വരെയുള്ള ഓടയിലാണ് മലിനജലം ഒഴുകുന്നത്. വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചു. മഴ പെയ്താൽ ഓടയിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന മലിനജലം പ്രദേശത്തെ വീടുകളിലേക്കും മറ്റും ഒഴുകുകയാണ്. വട്ടംകുളം പഞ്ചായത്ത് 1-ാം വാർഡിൽപ്പെട്ട സ്ഥലത്താണ് സംഭവം. കുറച്ചു നാളുകളായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി തേടി ആരോഗ്യവകുപ്പിനെയും പൊതുമരാമത്ത് വകുപ്പിനെയും സമീപിച്ചെങ്കിലും അനുകൂലമായ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു മോഡേൺ ഓഡിറ്റോറിയം മുതൽ നടക്കാവ് സെന്റർ വരെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ഈ ഡ്രെയിനേജിന്റെ അടിയിൽ അഴുക്കുവെള്ളം വന്നിട്ടുണ്ട്, മലിനജലം വന്നിട്ട് ഏകദേശം 20 ദിവസമായി. നമ്മൾ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന് കംപ്ലൈന്റ് കൊടുത്ത്, പിന്നെ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്ത്, എന്നിട്ട് ആ പരാതി പ്രകാരം അവരിവിടെ വന്ന് നോക്കിയിട്ട് അവർ നമ്മളോട് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊരു യോഗം കൂട്ടി പഞ്ചായത്തിൽ വെച്ചിട്ട് അതിൽ നിന്ന് തീരുമാനം എടുത്തത് ക്ലീൻ ചെയ്യാനാണ്. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നു. വീണ്ടും അതേപോലെ തന്നെ അവസ്ഥയാണ്. ഇപ്പോഴും ഇത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ഒരു നടപടിയില്ല. ഈ സാധനം, ഈ വേസ്റ്റ് വെള്ളം മഴ പെയ്തിട്ട് 100-200ഓളം കുടുംബങ്ങൾ താഴത്ത് താമസിക്കുന്നു. നടക്കാവ് താഴത്ത് ഭാഗങ്ങളിലൊക്കെ അവിടേക്കൊക്കെയാണ് ഈ വെള്ളം വരുന്നത്. കുറച്ചു ദൂരം മാത്രമുള്ള ഓടയിലേക്ക് എങ്ങനെ മലിനജലം എത്തുന്നു എന്ന് കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓടയുടെ അടർന്നു നിൽക്കുന്ന സ്ലാബുകൾക്കിടയിലൂടെയാണ് മലിനജലം പുറത്തേക്കൊഴുകുന്നത്. മഴ പെയ്തു ഓട നിറഞ്ഞാൽ ഈ വെള്ളം നടക്കാവ് അങ്ങാടിയിലൂടെ റോഡിന് കുറുകെ ഒഴുകി ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. ദുരിതത്തിന് അറുതി വരുത്താൻ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വട്ടംകുളം പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചു. NCV ന്യൂസ് എടപ്പാൾ. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.